എങ്ങനെയുണ്ട് ഗൈസ് പുതിയ ലുക്ക്? ഒരു മിലിറ്ററി ലുക്ക് ആക്കാൻ വിചാരിച്ചു. പക്ഷെ നമ്മൾ ഇതിവിടെ ആർക്കും അറിയില്ല. ഇതിന്റെ റിയാക്ഷൻ നമുക്ക് എടുക്കാം. ഇപ്പൊ അസ്മിന്റെ അസ്ലാന്റെ ഓരിലൊക്കെ എങ്ങനെയുണ്ട് മിലിറ്ററി? തീരെ ഇല്ല ചാപ്പിരി. എങ്ങനെയുണ്ട്? രസമില്ല? തീരെ ഇല്ല ഗൈസ്. ഒരു ആണത്വം ഗൈസ്. അസ്മിന നമ്മളെ സെറ്റിലേക്ക് അനധികൃതമായി യു ആർ റെസ്ട്രിക്റ്റഡ്. അവർക്ക് ബ്ലോഗിൽ വരുന്നതിന് കുഴപ്പമില്ല. എന്റെ ഫോണില് റീൽസിന്റെ കോലത്തിൽ വരുന്നതിന് എനിക്ക് പ്രശ്നമല്ല. ഇതാണ് ബീവിക്കുട്ടിയുടെ താത്ത. ഇതുവരെ നമ്മള് ഓൺ സ്ക്രീൻ റെഡ് ഫ്ലാഗ് ബീവിക്കുട്ടിന്റെ താത്ത. ഇതാണ് ബീവിക്കുട്ടിന്റെ താത്ത. നമ്മള് റെഡ് ഫ്ലാഗ് എന്ന് പറഞ്ഞ വീഡിയോയിലൊക്കെ മെയിൻ ആയിട്ട് വന്ന ഒരേ ഒരു വ്യക്തിത്വമാണ് ഇവളാണ്. നമ്മളെ ബീവിക്കുട്ടി എന്നുള്ള സീരീസ് ഫസ്റ്റ് നമ്മളോട് ചെയ്യല്ലേ എന്നൊക്കെ ചോദിച്ചത്. അതേമാതിരി ബീവിക്കുട്ടിന്റെ പെങ്ങള് ഇവളാണ്, ബീവിക്കുട്ടിന്റെ ഉമ്മ ഇവളാണ്, പിന്നെ ഇതാണ് ബീവിക്കുട്ടി. ഇതുവരെ ഇൻട്രൊഡ്യൂസ് ചെയ്യാത്തവർക്ക് ഇത് അസ്ല സുൽത്താന, ഇതിന്റെ ചെറിയ പെങ്ങള്. അപ്പൊ ഇവളാണ് നമ്മളെ ബീവിക്കുട്ടിന്റെ മെയിൻ ആയിട്ട് ബീവി ആയിട്ട് എല്ലാ ജന്മങ്ങളും എല്ലാ എപ്പിസോഡിലും മെയിൻ ബീവിക്കുട്ടി ഇവളാണ്. Let's go. We are going to shoot the Bivikutti part 6. വാപ്പ ടോക്സിക് ആയ സിനിമ ഏതാണ്? അത് പറയൂ. നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ പോയിട്ട് ആൻസർ ചെയ്യാം. കറക്റ്റ് ഉത്തരം കിട്ടും. ഒരു ബീച്ച് സൈഡിലൊക്കെ ഷൂട്ട് ചെയ്തേ. 100 രൂപ സുൽത്താൻ ഗൂഗിൾ പേ. ആയിക്കോട്ടെ. വാപ്പ ടോക്സിക് ആണ്, ബീച്ച് സൈഡിൽ നിന്നാണ്. സിദ്ദീഖ് ചെക്കന്റെ വാപ്പ. അപ്പൊ സിദ്ദീഖ് ടോക്സിക്, പെണ്ണിന്റെ വാപ്പയാണ് ടോക്സിക്. മോഹൻലാലില്ല, മോഹൻലാൽ ഫുൾ പുതുമുഖാണ്. ബ്ലഷ് എന്നാണ് ഒറ്റ കവിളോ ഇങ്ങനെ ഇങ്ങനെ ചിരിച്ചിട്ടാ. ഒരു കവിള് മാത്രം ചിരിക്കാൻ പറ്റുമോ? അങ്ങനെ കോസ്റ്റ്യൂം വെല്ലിപ്പാണല്ലോ. വാപ്പേ ജന ഹാജര് ഫ്രീക്ക് ടൗസർ. നോക്കൂ ഒരു കുരങ്ങൻ കുട്ടി. ഇവിടെ രണ്ടാൾക്കാർ. ഞാൻ ഇപ്പൊ നേരെ ഒരു കോൾ വന്നു അസ്മിന്റെ ഫോണിക്ക്. ഞാൻ കോൾ എടുത്തേണ്ടേ. ഞാൻ ആലോചിച്ചു അപ്പൊ ഇങ്ങോട്ട് വരുന്നുണ്ട്. അത് നമ്മളെ പേര് നമ്മള് കട്ട് ചെയ്യും കീന്ന്. അപ്പൊ എന്താ സംഭവം വെച്ചാല് അസ്മിക്ക് ഒരു ഇങ്ങോട്ട് വരുന്നതിന് താല്പര്യം. ഇവിടൊക്കെ നമ്മള് ഇവർക്ക് ഇങ്ങോട്ട് വരാൻ തീരെ താല്പര്യമില്ല. അസ്മിക്കും അസ്ലാക്കും പുറത്തുള്ളവർ വരാൻ താല്പര്യമില്ല. ഇങ്ങോട്ട് വരാൻ സമ്മതിക്കൂല. അൻസി അസ്മി പറയണ താല്പര്യമില്ല. ചായ ഉണ്ടാക്കി തരൂല. കുട്ടി ഷൂട്ട് ചെയ്തോണ്ടിരിക്ക. അടുത്ത എന്റെ ഫോട്ടോ പോർട്രേറ്റ്. ഇത് ചാപ്പിനി എടി വെറുതെ പറഞ്ഞാട്ടോ വാട്ടാ. ഹലോ ഹലോ എത്ര അങ്ങോട്ട് നോക്കി. ഹലോ ഞാൻ ഇത് വരുന്നുണ്ട് വെച്ചിട്ട് എനിക്ക് എന്റെ ഫോട്ടോ ഒക്കെ വരച്ചു വെച്ചേക്കണ് എനിക്ക് തരാനും വേണ്ടിട്ട്. ഗൈസ്
നമ്മളിപ്പോ പൈനില്ലത്തില് ബിടെക്കിന്റെ ബർത്ത്ഡേ ആഘോഷിക്കുന്നു. അപ്പൊ ഇവിടെ ഒരു അടിപൊളി പാട്ടുകാരൻ, ചുമ്മാ തീ സാധനം. ഞാൻ ഇപ്പൊ നിങ്ങൾക്ക് ഒരു സാധനം കാണിച്ചു, അവന്റെ ഏറ്റവും അടിപൊളി മാസ്റ്റർ പീസ് ഐറ്റം ചെയ്. വെൺശില കൊണ്ടു മെനഞ്ഞതുപോലൊരു സുന്ദരി നിന്മണി മാറത്ത്, കണ്ണുകൾ എന്തിനുടക്കി വലിക്കണ ചൂണ്ടകളായി നിൻചാരത്ത്. കോലെല്ലാമായും നേരം പങ്കായം മെല്ലെ വീശി നീ നിന്റെ തോണിയിലേറി. ഓമൽ പൂത്താലിയുമായി അന്നെന്റെ പൊന്നെ അന്തിമയങ്ങി വെളുക്കണ സമയത്ത് കൺമണി നീയൻ വലയിൽ പൊന്മുത്ത്. ചാന്ത് കുടഞ്ഞൊരു സൂര്യൻ മാനത്ത് തൊടുന്നൊരു നാടൻ തീരത്ത് നെഞ്ചുടും വിശ്വാസത്തിൻ കാറ്റത്ത് എന്നിലെ എന്നെ അറിഞ്ഞ് അരികത്ത്. ചാന്ത് കുടഞ്ഞൊരു സൂര്യൻ മാനത്ത് തൊടുന്നൊരു നാടൻ തീരത്ത്. യോ ഇവനെ നമ്മക്ക് കേട്ടണം. ഇനി അടുത്തൊരു 3-4-5 മാസത്തിനുള്ളിൽ ഷോകൾ ചെയ്യും. ലക്ഷങ്ങൾ വാരാൻ പോകുന്ന ഒരു മുതലാണ് ഇരിക്കുന്നത് ഗൈസ്. ഗൈസ് വേറൊരു രസം എന്താ വെച്ചാൽ ഇവിടെ ഇത്രയും പാട്ട് പാടണം, ഇത്രയും നമ്മള് വൈബിൽ അടിച്ചു വിളിക്കണം. ഇവിടെ ഒരുത്തം കെടുത്തിറങ്ങണം. ഇത് കുഴപ്പമില്ലാത്ത കെടുത്തിറങ്ങും. ഇത് നോക്കി ഇവന്റെ ബർത്ത്ഡേ കിടക്കണൊക്കെയാണ് അറ്റൻഷൻ. ഓന്റെ ബർത്ത്ഡേ കുറുക്കുമല്ലേ നാക്കാലി വെറുതെ പെണ്ണുങ്ങൾ വിട്ടുപോകും. हमें तुम्हें दुल्हन बनाए तेरे हाथों पे मेहंदी अपने नाम की सजाए तेरे लैले बलाए तेरे सदके उतारे है तमन्ना हमें तुम्हें नहीं मुश्किल वफा जरा देखो यहाँ तेरी आँखों में बसता है मेरा जहाँ कभी सुन दो जरा कभी पहना सका इस लम्हे में ये लम्हा कहता मेरा अब है सामने इसे छू लूं जरा मर जाऊं या जी लूं जरा खुशियाँ झूम लो या ढूंढो जरा मर जाओ या जी लो जरा धूप में चलते तेरी बातें ഫേവറേറ്റ് പാട്ട് नैनो मांगे ये जा पालिया मेरी नंगियों की ठंडक तू ही दिल की है दस्तक और कुछ ना जानू बस इतना ही जानू तुझ में अब लिखता है यारा मैं क्या करूं तुझ में अब लिखता है यारा मैं क्या करूं सजदे सर झुकता है यारा मैं क्या करूं तुझ में रब लिखता है यारा मैं क्या करूं മറ്റേ രബനെ रब ने बना दी जोड़ी है ബീവിക്കുട്ടിന്റെ ബാക്കി പാർട്ടിക്ക് ഒരാളെ സുജൂത് ചെയ്യാൻ പഠിപ്പിക്കുക ചെയ്ത ആ ഇതൊക്കെ ഇപ്പൊ ഇതെന്താടാ ഓക്കെ ചെയ് ഒരു മിനിറ്റ് മറ്റേ അല്ല മറ്റേ കോഴികളൊക്കെ ഉണ്ടാവില്ല നമ്മളെ കോഴിക്കടയിൽ നിന്ന് തൊലി ഊരിയ ഗൈസ് 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 ഞാനിന്നിങ്ങനെ ഉറക്കത്തിൽ നിന്ന് ഇങ്ങനെ എണീറ്റ് ഇങ്ങനെ ഉറക്കത്തിൽ നിന്ന് ഇങ്ങനെ എണീറ്റ് ഇങ്ങനെ നിന്നാണ്ട് ഞാനിങ്ങനെ കണ്ണിങ്ങനെ തുറന്നു നോക്കിയപ്പോൾ ഞാൻ കാണുന്നത് എന്താണെന്നറിയോ 100K ഫോളോവേഴ്സ് ഓൺ ഇൻസ്റ്റഗ്രാം.
are 100K followers on Instagram. Our family is growing. 5 വർഷത്തിൻ്റെ ഹാർഡ് വർക്കാണ് ഗൈസ്. 5 വർഷത്തിൻ്റെ ഹാർഡ് വർക്കാണ് ഇന്ന് ഞമ്മക്ക് ഒരു പൂമുട്ടിട്ട് സഫലീകരിച്ച് കിട്ടിയത്. അതൊന്നുമല്ല ഹാപ്പിനെസ്, ഞാൻ പറഞ്ഞുതരാം. എൻ്റെ ലൈക്ക് യൂട്യൂബിലെ റവന്യൂ എക്സ്ട്രാ ഇൻകം ആയിട്ട് ഇന്ന് കിട്ടി ഗൈസ്. അപ്പോൾ ഇന്ന് എല്ലാ ഹാപ്പി ന്യൂസും ഒരുമിച്ചാണ്. രാവിലെ തന്നെ യൂട്യൂബ് ഇൻകമിന് ബാങ്കിൽ നിന്ന് വിളിച്ചിട്ട് അവർ എക്സ്ട്രാ ആയിട്ട് കുറച്ച് കിട്ടിയെന്ന് പറഞ്ഞിട്ടുണ്ട്. കുറച്ച് ഞാൻ പ്രതീക്ഷിക്കാത്തൊരു എമൗണ്ട്. അത് പോരാത്തതിന് നമുക്ക് 100K ഫോളോവേഴ്സ്. എനിക്ക് സന്തോഷം കൊണ്ട് എന്താ പറയേണ്ടി അറിയില്ല. യു ഗൈസ് ആർ ലൈക്ക്, നിങ്ങളെല്ലാവരും കാരണമാണ് ഗൈസ് നമ്മൾ ഇനിയും കയറും, ഇനിയും ഫോളോവേഴ്സ് കയറും. യൂട്യൂബിൽ എല്ലാവരും പോയിട്ട് സബ് ചെയ്യുക, എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. മാക്സിമം നമ്മളെ ഫോളോവേഴ്സിനെ കയറ്റി കൊണ്ടുപോകുക. നമ്മൾ വി ആർ, എനിക്കറിയില്ല എന്താ ഇങ്ങോട്ട് പറയണ്ട. യു ഗൈസ് ആർ മൈ ലവ്. ഐ ലവ് യു ഓൾ. ഐ ലവ് യു.